ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമപരമായ തുടർ നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെൻറ്റിന് സാധിക്കാത്തതിൻ്റെ കാരണം ഗവൺമെൻറ് തന്നെ വ്യക്തമാക്കിയതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം പരാതികൾ ഉന്നയിച്ച എല്ലാ വനിതകളുടെയും പരാതി പരിശോധിച്ച് FIR ഇട്ട് ശക്തമായ തുടർ നടപടികളിലേക്ക് ഗവൺമെൻറ് കടക്കുകയാണ്. ബഹുമാനപ്പെട്ട കോടതിയുടെ വിധി എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടത്. ഇത്രയും കാര്യങ്ങൾ ഹേമ കമ്മിറ്റിയുടെ മുമ്പാകെ വെളിവാക്കപ്പെട്ടതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ സ്വകാര്യതയാണ്. മൊഴി കൊടുത്ത ആൾക്കാർ ഒരു രൂപത്തിലും ഇത് പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്നും ഇത് സ്വകാര്യമായി വെക്കണമെന്നും ഇതിൻ്റെ ഭാഗമായി ഏതെങ്കിലും രൂപത്തിലുള്ള ക്രിമിനൽ നടപടികൾക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും കമ്മീഷൻ മുമ്പാകെ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട കമ്മിറ്റി, ഹേമ കമ്മിറ്റി, ഗവൺമെൻറ്റിനൊരു കത്ത് കൊടുത്തത്. ആ കത്തിൽ സൂചിപ്പിച്ചത് ഇത് സ്വകാര്യമായി വെക്കണം, ഇതിൻ്റെ ഭാഗമായിട്ടുള്ള തുടർ നടപടികൾ, ക്രിമിനൽ നടപടികൾ വ്യക്തിപരമായി ഉന്നയിച്ച ആൾക്കാർക്ക് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് അവരുടെ സ്വകാര്യത ഉറപ്പുവരുത്തണം എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ സ്വകാര്യത ഉറപ്പുവരുത്തി തുടർ നടപടികളിലേക്ക് പോകുന്നതിന് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ള നിയമപ്രശ്നം നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു. ആ ഒരു വ്യക്തത കോടതിയിൽ നിന്ന് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഗവൺമെൻറ് തുടർ നടപടികൾ കമ്മീഷൻ റിപ്പോർട്ടുമായി, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിക്കും. എന്നാൽ അതിനു മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട ഗവൺമെൻറ് വെച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ മുമ്പിൽ വന്ന എല്ലാ പരാതികളും ഇപ്പോൾ പരിശോധിക്കുകയാണ്, FIR ഇടുകയാണ്, ചിലരുടെ സ്ഥാനം തെറിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനേക്കാളും അപ്പുറം ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇനിയിപ്പോൾ ഈ പരാമർശം ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജസ്റ്റിസ് ഹേമ പറഞ്ഞതിനപ്പുറം കടക്കുന്നതിന് ഗവൺമെൻറ്റിന് ഇപ്പോൾ സാധിക്കും. അങ്ങനെ ഒരു വഴി ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തുറന്നിട്ടതിൻ്റെ ഭാഗമായി എളുപ്പമായി ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. അല്ലാതെ ഗവൺമെൻറ്റിനെതിരെ യാതൊന്നും ഒളിച്ചു വെക്കാനില്ല എന്നും ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമെന്നുള്ളതും ഗവൺമെൻറ് തന്നെ വ്യക്തമാക്കിയതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് 7 അംഗ IPS ഉദ്യോഗസ്ഥന്മാരെ, അതിൽ 4 ആൾ വനിതകളാണ് വെച്ചതിൻ്റെ ഉദ്ദേശം തന്നെ അതാണ്. ആ നടപടികളിപ്പോൾ ആരംഭിച്ചു പോയി, തുടർ നടപടികൾ സ്വീകരിക്കും. വൈകിപ്പോയതിൻ്റെ കാരണമാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്. ബഹുമാനപ്പെട്ട ഹേമ കമ്മിറ്റിയുടെ മുമ്പാകെ വന്ന മൊഴികളുടെയും ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ഹേമ ഗവൺമെൻറ്റിന് നൽകിയിട്ടുള്ള കത്തുമാണ് തുടർ നടപടികൾ നിയമപരമായി സ്വീകരിക്കുന്നതിന് കാലതാമസം വന്നത്. ഇപ്പോൾ അത് എളുപ്പമായി, ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമായി. അത് തന്നെയായിരുന്നു ഗവൺമെൻറ് ആദ്യം തന്നെ പറഞ്ഞത്. ഇപ്പോൾ അതിനെ സംബന്ധിച്ച് യാതൊരു പ്രശ്നവുമില്ല.